ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചോളത്തിന്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു തൊലി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ ഒന്ന് ചുരുക്കി കൊടുത്ത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കുറെ എണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇതളുകൾക്കെല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് പെയിന്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇതളുകൾ നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിലെല്ലാത്തിലും പെയിന്റ് ആയി കിട്ടും. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം. പെയിന്റ് ആക്കി എടുത്തതെല്ലാം നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. ഈ ഒരു അടപ്പ് വെച്ച് 2 റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കെട്ടുകമ്പിയുടെ പീസ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ കെട്ടുകമ്പിയുടെ പീസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ താഴെ ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്ന ഇതളുകളെല്ലാം കുറച്ചൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളുകളും ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിന്റെ ഇടയിലൂടെ എല്ലാം വീണ്ടും ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന റൗണ്ട് പീസ് ഇതിന് മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മളിവിടെ റോൾ ചെയ്തെടുത്തിട്ടുള്ളതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലവറിൽ വെച്ച് കൊടുത്തിട്ടുള്ള കമ്പി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇലകൾ കട്ട് ചെയ്തെടുത്തു. അതിന്റെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകൾ റോൾ ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫ്ലവറിന്റെ നടുക്ക് നമ്മൾ വൂളൻ ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇലകൾ കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമ്മൾ ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോകോൾ പീസിന്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കാം. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.